മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണൻ അങ്ങനെ കിടന്നുറങ്ങിയിരിക്കും കേട്ടോ. കിടന്നുറങ്ങുമ്പോൾ കാലിൽ ആരോ പിടിക്കുന്നത് പോലെ തോന്നുകയാണ് കേട്ടോ. കണ്ണൻ ആകെ പേടിയാണല്ലോ. കണ്ണൻ പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കുമ്പോൾ ദുർഗാമ്മ ഇങ്ങനെ ഇരുന്ന് കരയാണ്. എന്താ അമ്മേ, എന്താ പറ്റിയത്, അമ്മയ്ക്ക് എന്താണെന്ന് ചോദിക്കുമ്പോൾ, മോനെ ഞാൻ പഴയ കാര്യങ്ങളെല്ലാം ഓർത്തു പോവുകയാണ്, നിന്നോട് ഞാൻ എന്തുമാത്രം ദ്രോഹം ചെയ്തു എന്നിങ്ങനെ പറഞ്ഞ് കരയാണ് കേട്ടോ. അമ്മ അതൊക്കെ പറഞ്ഞല്ലോ, അതെല്ലാം ശരി, ഞാൻ ക്ഷമിച്ചല്ല, അമ്മ ഇപ്പോൾ പഴയ അമ്മയാണല്ലോ, അതിനെന്തിനാ അമ്മ കരയുന്നത് എന്ന് പറയുമ്പോൾ ദുർഗ വീണ്ടും വീണ്ടും കരയാണ് കേട്ടോ. മോനെ, നിനക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പക്ഷേ കരുണയ്ക്ക് കുഞ്ഞുണ്ടായപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചിരുന്നു. അതിനു പകരം ദൈവം നിനക്കൊരു പൊന്നു പോലത്തെ ഒരു കുഞ്ഞിനെ തന്നില്ലേ, എനിക്ക് ഒരുപാട് സന്തോഷമായി മോനെ. പിന്നെ എനിക്ക് ആ മോൾക്ക് എന്തെങ്കിലും കൊടുക്കണം, അത് ഞാൻ കൊണ്ടുപോയി അവിടെ കൊടുത്തു എങ്കിൽ അവർ ലേഖ എന്നെ ആട്ടും. പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ അങ്ങനെയാണല്ലോ ചെയ്തത് എന്ന് പറയും. അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ആ മോൾക്ക് എന്താ അമ്മ കൊടുക്കണം പറഞ്ഞാൽ അമ്മ നൂലുകെട്ടിന് വരണം, വന്നതിന് ശേഷം ആ മോളുടെ അടുത്ത് അമ്മ ഇട്ട് കൊടുത്താൽ മതി എന്ന് പറയണം കേട്ടോ. അതിനുശേഷം കണ്ണൻ ദുർഗയെ ആശ്വസിപ്പിക്കണം. അമ്മ ഒരുപാട് വിഷമിക്കാതെ, അമ്മ പോയി കിടന്നുറങ്ങാൻ നോക്ക്, ഒരു കുഴപ്പമില്ല, എൻ്റെ മനസ്സിൽ അമ്മ ഇപ്പോൾ ക്ലിയറാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് നമ്മുടെ മുത്തശ്ശി പ്രതാപനോട് ആ കുഞ്ഞിനെ പറ്റി ഇങ്ങനെ വർണ്ണിക്കണം കേട്ടോ. പ്രതാപ, ആ കുഞ്ഞിനെ എന്തോ കഴുത്തിലൊരു മറുകൊക്കെ ഉണ്ടടാ, ആ കുഞ്ഞിനൊരു പ്രത്യേക സൗന്ദര്യം, ഒരു ആരോഗ്യം ഒക്കെ ഉള്ളൊരു കുഞ്ഞാണ്, എന്തെല്ലാം ചെയ്തിട്ടും ആ കുഞ്ഞ് വന്നില്ലേ എന്ന് ചോദിക്കണം കേട്ടോ. അത് കേൾക്കുമ്പോൾ പ്രതാപൻ ചോദിക്കുകയാണ്, അമ്മേ ഇനി ആ കുഞ്ഞിന് വല്ല ദൈവശക്തി ഉണ്ടാകുമോ എന്ന് ചോദിക്കുക. അറിയില്ലടാ പ്രതാപ, എങ്ങനെയാണെങ്കിലും ശരി നമുക്ക് ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ മോൾക്ക് അവിടെ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് വാമദേവനാണെങ്കിൽ മേഘനാഥനോട് പറ്റി പറയണം, മേഘ, നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, നിൻ്റെ ആളിനെ എനിക്കൊന്ന് കാണണം, ഇത് നമ്മുടെ അവസാന ശ്രമമാണ്, ഇതിൽ നമ്മൾ ജയിച്ചെങ്കിൽ നമുക്ക് ജീവിതകാലം നമുക്ക് ജീവിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഞാൻ ജയിലിലാകും, നീയും നിൻ്റെ അമ്മയും കുഞ്ഞുങ്ങളും സ്വാതിയും കൂടി മരിക്കേണ്ടിയും വരും, അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കണമെങ്കിൽ എനിക്ക് അയാളൊന്ന് കണ്ടേ തീരുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ മേഘനാഥൻ തലയാട്ടിയിട്ട് സമ്മതം മൂളുകയാണ് കേട്ടോ. അതേസമയം ദുർഗ കുഞ്ഞിന് കൊടുക്കുന്ന സമ്മാനത്തിൻ്റെ വിവരങ്ങളൊക്കെ കരുണ അറിയണം. കരുണ അത് ഉണ്ണിയോട് പോയി പറയണം കേട്ടോ. ഉണ്ണിക്ക് ആകെ കലിപ്പ് കയറുകയാണ് കേട്ടോ. കാരണം സ്വർണം സ്വത്ത് പറഞ്ഞാൽ ഉണ്ണി മരിക്കുകയാണല്ലോ. അവർ രണ്ടുപേരും കൂടി പലതും അങ്ങനെ തീരുമാനിക്കുകയാണ് കേട്ടോ. അതേസമയം അവരുടെ തീരുമാനങ്ങളെല്ലാം നമ്മുടെ ദിവ്യശക്തിയുള്ള അമ്മ അറിയണം കേട്ടോ. ഇനി എല്ലാവരുടെയും ടാർഗറ്റ് ആ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷേ ആ കുഞ്ഞിന് ഒന്നും സംഭവിക്കില്ല. ആ കുഞ്ഞ് നല്ല പോലെ തന്നെ വളർന്ന് വലിയൊരു മോളായിത്തീരും. നമുക്ക് വൈകുന്നേരം ബാക്കി എപ്പിസോഡുമായി വരാം. ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.